എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്നത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ആയ ലെവൽ എന്ന് പറയുന്നത് 24,244 ആയിരുന്നു. ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് തന്ന് 24,290 എന്ന ലെവലിൽ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് കയറി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല് ഇത് തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് ആയാലും ബ്ലൂ ആയാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലാണെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി പറയുന്ന കാര്യമാണ്. മുകളിലോട്ട് കയറി അവിടെ നിന്ന് റിജക്റ്റ് ആയി. അപ്പോൾ നമുക്ക് വരുന്ന ട്രേഡ്സ് എങ്ങനെയാണ്? ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നോ ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാം. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ട്രേഡ് എടുക്കാം. ഇവിടെ 1 മിനിറ്റിലൊക്കെ വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എൻട്രി കൃത്യമായും പ്ലേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചായിരുന്നെങ്കിൽ താഴോട്ട് ഈസി ആയിട്ടുള്ള ട്രേഡാണ്. ഇങ്ങനെ ഒരു ഫോളിന് കാരണം ഒരു ന്യൂസ് ഇൻഫ്ലുവൻസ് കൂടി ഉണ്ട്. മുൻപ് ബാച്ച് അറ്റൻഡ് ചെയ്ത് പഠിച്ചു പോയ ആൾക്കാരിൽ പലരും നല്ല പ്രോഫിറ്റ്സ് ചെറിയ ക്വാണ്ടിറ്റീസ് എടുത്തിട്ടാണെങ്കിലും നല്ല പ്രോഫിറ്റ്സ് എടുത്ത് സ്ക്രീൻഷോട്ട് എനിക്ക് ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ പ്ലാൻ വെച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ നമ്മുടെ പ്ലാന് ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് സൂചിപ്പിക്കുന്നു ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആയിരിക്കും. പിന്നീട് താഴോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇന്നലെ ലെവൽസ് കാണിച്ചപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ പറഞ്ഞതാണ് 23,873 852 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് ആക്ട് ചെയ്യും. താഴോട്ട് നമുക്കൊരു കൺഫ്യൂഷൻ പോലും വരാത്ത നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നല്ല പ്രോഫിറ്റ്സും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എവിടെ നിന്നും ഒരു കാര്യമായിട്ടുള്ള ഒരു റിജക്ഷൻ സൂചിപ്പിക്കാതെ സ്ട്രെയിറ്റ് താഴോട്ട് വന്നിട്ട് പിന്നീട് ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് റിജക്റ്റ് ആയിട്ടില്ല. നമുക്ക് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്ഷൻ പോലെ തോന്നിയേക്കാം. പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ റിജക്ഷൻ അല്ല, പ്രൈസ് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ലോണം താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും അതിന് താഴോട്ട് വരണം, ഇല്ലെങ്കിൽ ഒന്ന് റിവേഴ്സായി മുകളിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ താഴോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട 2 ലെവലുകളിൽ നിന്നും റിജക്റ്റ് ആയി മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ താഴോട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വരുവാണെങ്കിൽ ഗംഭീര ലാഭമായിരുന്നു തന്നെ. സ്റ്റോപ്പ് ലോസ് അവസാനമായിട്ടും ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആവുന്നത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും. അതായത് ഇവിടെ നിന്നായിരിക്കും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആവുക പുട്ട് ഓപ്ഷൻ്റെ. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്ഷൻ സൂചിപ്പിച്ചായിരുന്നെങ്കിൽ മുകളിലോട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ലെവലുകൾ ടിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഉണ്ടായി. ടിക്കായിട്ടുള്ള വൈറ്റ് ലൈനിന് റിജക്റ്റ് ആയിട്ട് പ്രൈസ് പിന്നെയും താഴോട്ട് വന്ന് നമ്മുടെ ഒരു സപ്പോർട്ട് ലെവലിൽ തട്ടി ക്ലോസ് ആയി. അപ്പോൾ പറയുകയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ളൊരു പുട്ട് ഓപ്ഷനും അതുപോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു കോൾ ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ചെറിയ ട്രേഡ്സ് എടുത്തിട്ട് എക്സിറ്റ് ആവുന്നവർക്കാണെങ്കിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലെ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസും ഇന്നത്തെ മാർക്കറ്റും പറയുകയാണെങ്കിൽ ഗംഭീരമായിരുന്നു. ഇനി സെൻസെക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ മൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സെയിം ആണ് നിഫ്റ്റിയും സെൻസെക്സും. അപ്പോൾ ക്ലോസിങ്ങിൻ്റെ അവിടുന്ന് ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലോട്ട് കയറി നമ്മുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് റിജക്റ്റ് ആയി താഴോട്ട് വന്ന് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ, അതായത് ആദ്യത്തെ ആ ഒരു ക്യാൻഡലിൻ്റെ ലോയിന് ബ്രേക്ക് ചെയ്തപ്പോൾ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റാക്കി വെക്കാമായിരുന്നു. അവസാനമായിട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 78 615 564 എന്ന ഈ ഒരു സപ്പോർട്ട് ലെവൽസ് നല്ല സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽസിൽ നിന്നും റിജക്റ്റ് ആയിട്ട് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോഴും മുകളിലോട്ടുള്ള ലെവൽസ് തന്നെ ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. നമുക്ക് അവസാനമായിട്ടും കിട്ടിയ ടാർഗറ്റ് എന്ന് പറയുന്നത് കോൾ ഓപ്ഷനിൽ 79 608. അവിടെ നിന്ന് വീണ്ടും പ്രൊജക്റ്റ് ആയി താഴോട്ട് വന്ന് നമ്മുടെ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. വളരെ ഈ ഒരു ലെവൽസ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഈ ഒരു നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും. ഒരു ലോട്ട് ബൈ ചെയ്തിട്ട് 10,000-14,000 ഒക്കെ പ്രോഫിറ്റ്
ഞാനിന്ന് സ്ക്രീൻഷോട്ട് കണ്ടായിരുന്നു. മുൻപ് ബാച്ച് അറ്റൻഡ് ചെയ്ത ആൾക്കാരിൽ നിന്നാണ്. അപ്പോൾ ഇനി ഇന്നത്തെ മാർക്കറ്റും ഇന്നലത്തെ നമ്മുടെ ലെവൽസ് ഒക്കെ പറയുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി തിങ്കളാഴ്ചത്തേക്ക് എൻ്റെ ലെവൽസ് എങ്ങനെയാണെന്ന് നോക്കാം, എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. നിഫ്റ്റി നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ എന്ത് വേണമെങ്കിലും തരട്ടെ. നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, എൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിഫ്റ്റി നാളെ മീൻസ് തിങ്കളാഴ്ച എവിടെ വേണമെങ്കിലും ഓപ്പൺ ആവട്ടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് ഞാൻ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കണം. അപ്പോൾ മുകളിലോട്ടാണ് നമുക്ക് ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതെങ്കിൽ മുകളിലോട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വയ്ക്കും. എന്നിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു ഹൈ ആയിരിക്കും. പിന്നീട് 24,038, 24,059 എന്നീ ലെവലുകളൊക്കെ ടാർഗറ്റ് ആക്കി വയ്ക്കാൻ പറ്റും. ഈ രണ്ട് ലെവലുകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനെയും ബ്രേക്ക് ചെയ്ത് കുറച്ച് നേരമെങ്കിലും മുകളിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 24,100, 24,150, 24,216, 24,295 എന്നീ ലെവലുകളിലേക്ക് എല്ലാം നമുക്ക് നിഫ്റ്റിയെ പ്രതീക്ഷിക്കാവുന്നതാണ്. സപ്പോസ് 24,365 മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് അവിടെ നിന്ന് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ അപ്പ് ട്രെൻഡ് ആണ് നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ബാരിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഇനി നിഫ്റ്റി ഓപ്പണിങ്ങിന് ശേഷം താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. എന്നിട്ട് അതുവരെ രേഖപ്പെടുത്തിയ ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ താഴോട്ട് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റിനെയും ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ പിന്നീട് 23,882, 23,838 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റ് ആക്കി വയ്ക്കാൻ പറ്റും. സപ്പോസ് 23,838 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 23,783, 23,744 എന്നീ ലെവലുകളെല്ലാം ടെസ്റ്റ് ചെയ്തേക്കാം. ഈ ഒരു 720 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 23,656, 567, 453, 414 അടുത്ത ഒരു പോയിന്റ് ആയിട്ട് സപ്പോസ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 23,453, 414 എന്നീ ലെവലുകൾ വരും ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ താഴോട്ട് നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് അങ്ങനെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി സെൻസെക്സ് ഒന്ന് പരിശോധിക്കാം. സെൻസെക്സിൽ നാളത്തെ അതായത് തിങ്കളാഴ്ചത്തെ എൻ്റെ ലെവൽസ് ഇങ്ങനെയായിരിക്കും. എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ സൂചിപ്പിക്കുന്നത്, ഏത് ഡയറക്ഷനിലോട്ടാണോ ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് ബ്രേക്ക് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്തിട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ മുകളിലോട്ടാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ പോകുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് ഞാൻ മുകളിലോട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് 79,222, 79,404, 79,571, 79,725, 79,903 ഈ 725, 903 എന്നീ ലെവലുകളെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് 80,173 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മുകളിലോട്ട് ഈ ലെവലുകളെല്ലാം ടെസ്റ്റ് ചെയ്ത് 81,384 എന്ന ലെവലിലേക്ക് പതിയെ പ്രൈസും മൂവ് ചെയ്തേക്കാം. വരും ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ നമുക്ക് കിട്ടുന്നത്, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ താഴോട്ട് സൂചിപ്പിച്ചു, നമ്മൾ താഴോട്ട് പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുത്തെങ്കിൽ
ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് ഡിസ്കൗണ്ടിൽ നിന്നും ട്രേഡ് എടുത്താൽ താഴോട്ട് നമുക്ക് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് വരും. പിന്നീട് 78,822, 78,690, 78,606 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സപ്പോസ് 78,606 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് താഴോട്ടുള്ള ഈ ലെവലുകളെല്ലാം ടെസ്റ്റ് ചെയ്തേക്കാം. 78,348, 78,174, 78,090, 77,836. ഈ 77,836 ബ്രേക്ക് ചെയ്ത് കുറച്ച് നേരമെങ്കിലും അതിൻ്റെ താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 77,539, 77,133, 57 എന്നീ സപ്പോർട്ട് ലെവലുകളിലേക്ക് വന്നേക്കാം. സപ്പോസ് ഈ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് സെൻസെക്സ് ഒരു ചാൻസ് ആണ് പറയുന്നത് 77,133, 77,057 വരും ദിവസങ്ങളിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് മുകളിലോട്ട് കയറി പോയേക്കാം. അപ്പോൾ അഥവാ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്ഷൻ സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടുന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ലെവലുകൾ തന്നെ നമുക്ക് ടാർഗറ്റ് ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും തിങ്കളാഴ്ചത്തേക്ക് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, എൻ്റെ ലെവൽസൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ലെവലും അല്ലെങ്കിൽ ഈ ഒരു പ്ലാനൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ച, എങ്ങനെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നു എന്നുള്ളത് തിങ്കളാഴ്ച നമുക്ക് പോസ്റ്റ് മാർക്കറ്റിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, ഈ ചാർട്ട് റീഡ് ചെയ്തെടുക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ട്, ലെവൽസ് മാർക്ക് ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുണ്ട്, അതും ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മന്ത്ലി ഒരൊറ്റ ബാച്ച് എടുക്കുള്ളൂ. 10,000 ആണ് ഫീസ്. 3 വീക്ക് ആയിരിക്കും ഡ്യൂറേഷൻ ഉണ്ടാവുക. ചാർട്ട് റീഡ് ചെയ്യാൻ കൃത്യമായിട്ടും പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാട്സപ്പ് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ആവുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.